എന്റെ സൂതകുലത്തിൽ ഞാൻ ലജ്ജിക്കുന്നില്ല, അവൻ പറഞ്ഞു. അധിരഥനും രാധയുമാണെന്നെ വളർത്തിയത്. നിങ്ങളാകട്ടെ എന്നെ പുഴയിലേക്കെറിഞ്ഞുകളഞ്ഞു. തന്റെ കുലത്തെക്കുറിച്ചുള്ള അവരുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ തീയുണ്ടാക്കി. നിങ്ങളിപ്പോൾ വന്നത് എനിക്കു വേണ്ടിയല്ല, കർണൻ തുടർന്നു, മറിച്ച് നിങ്ങളുടെ പുത്രന്മാരെ സംരക്ഷിക്കാനാണ്. കുന്തി തകർന്നുപോയി. എന്നെ ക്ഷമിക്കൂ, ഞാനൊരു കുട്ടിയായിരുന്നു, എനിക്ക് മറ്റു വഴികളില്ലായിരുന്നു. കർണന്റെ ഹൃദയം അലിഞ്ഞു, പക്ഷേ അവന്റെ നിശ്ചയദാർഢ്യം മാറിയില്ല. എനിക്കാരോടും പകയില്ല, കർണൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ദുര്യോധനനെ ചതിക്കാൻ കഴിയില്ല. ലോകമെന്നെ പരിഹസിച്ചപ്പോൾ എനിക്ക് അന്തസ്സും പദവിയും നൽകിയത് അവനാണ്. യുദ്ധക്കളത്തിൽ എന്റെ സുഹൃത്തിനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. തോൽവി സമ്മതിച്ച് മടങ്ങാൻ തുടങ്ങിയ കുന്തിയെ കർണൻ തടഞ്ഞു. ഒരു വാക്ക് ഞാൻ നൽകാം, അവൻ പറഞ്ഞു. നിങ്ങളുടെ മറ്റു പുത്രന്മാരെ ഞാൻ വധിക്കില്ല. ഞാൻ അർജുനനോട് മാത്രമേ മരണം വരെ പോരാടൂ. അതുകൊണ്ട് യുദ്ധബലം എന്തുതന്നെയായാലും നിങ്ങൾ 5 പുത്രന്മാരുടെ മാതാവായി തന്നെ തുടരും. വികാരാധീനയായ കുന്തി അവനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ തന്നെയാകട്ടെ, അവർ മന്ത്രിച്ചു. വിധി തീരുമാനിക്കട്ടെ. അവർ നടന്നു നീങ്ങി. അവർ കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ കർണൻ നോക്കി നിന്നു. പിന്നീട് തന്റെ രഥത്തിലേറി ആ ദുരന്തനായകൻ ഹസ്തിനപുരത്തേക്ക് തിരിച്ചുപോയി. തന്റെ അന്തസ്സും വിശ്വാസ്യതയും മുറുകെ പിടിച്ച് സങ്കടത്തിൽ ചാലിച്ച തന്റെ വിധിയിലേക്ക്.